പരമേശ്വര, അവരകത്തേക്ക് കയറട്ടെ. വിളിച്ചുകൊണ്ട് പോ ഇവളെ. എല്ലാത്തിനും മാപ്പ്. ഇനി എന്നിൽ നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല. വാ. അവസാനം മുത്തശ്ശിയും സമ്മതിച്ചു അല്ലേ? സമ്മതിച്ചു. കാരണം പ്രിയങ്ക ഇവിടെ ഇല്ലാതെ രാധിക വരില്ല. നിനക്ക് രാധികയെ കാണാനും പറ്റില്ല. നിനക്ക് വേണ്ടി എന്നാ സമ്മതിച്ചത്. ഇത്രയും കാലം സഹിച്ചില്ലേടാ. രാധികയുടെ മനസ്സൊന്ന് പരുവപ്പെടുന്നത് വരെ ഒന്ന് സഹിച്ചേക്ക്. അവര് പോയിട്ടൊന്ന് വിളിച്ചില്ലല്ലോ ദേവ. നമുക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ടമ്മേ, പ്രിയങ്ക നമ്മുടെ മകളാ. അവളോട് നമ്മൾ ക്ഷമിച്ച രീതിയിൽ ഒരുപക്ഷെ കണിമംഗലത്തുകാർക്ക് പറ്റണമെന്നില്ല. അവരുടെ തീരുമാനം എന്തായാലും അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. രാധികയല്ലേ അവളെ കൂട്ടിക്കൊണ്ടു പോയത്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പ്രിയങ്ക മോള. ഹലോ, എന്തായി മോളെ? ഇവിടെ വന്നപ്പോ എല്ലാരും എനിക്കെതിരായിരുന്നു മുത്തശ്ശി. പക്ഷേ ചേച്ചി എല്ലാരോടും നന്നായിട്ട് സംസാരിച്ചതുകൊണ്ട് എന്നെ ഇവിടെ നിർത്താൻ തീരുമാനിച്ചു. അതവള് സംസാരിച്ചതുകൊണ്ടൊന്നും അല്ല, നിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. അല്ല മുത്തശ്ശി, അങ്ങനെ പറയരുത്. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്നെ ആട്ടിപ്പായിച്ചേനെ. ആ അതെ മുത്തശ്ശി, ഫോണൊന്ന് അച്ഛനും കൊടുത്തേ. സ്പീക്കറിലിടാം. മോളെ, അച്ഛനും അമ്മയും മുത്തശ്ശി എല്ലാരും കേൾക്കുന്നുണ്ട്. മോള് പറഞ്ഞോ. അച്ഛാ, ഞാൻ ചെയ്തു പോയ തെറ്റിന്റെ ആഴം എത്രയാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ചേച്ചി എല്ലാരോടും സംസാരിച്ചു, എല്ലാവരുടെ പിണക്കവും മാറ്റി. പ്രതീക്ഷിക്കാതിരുന്നിട്ടും ഞാനിപ്പോ ഇവളെന്റെ അനിയത്തിയല്ലേ? ഇവളുടെ കാര്യം നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അച്ഛനമ്മ എന്നെ വളർത്തിയതിന്റെ അർത്ഥം എന്താ? മോളെ. ആ അമ്മേ, ഇനി പേടിക്കൊന്നും വേണ്ട. ഇവളിപ്പോ നല്ല കുട്ടിയാ. ഇനി മുതല് ഇവളെല്ലാവരെയും വാശിയോടെ സ്നേഹിക്കാൻ തുടങ്ങും. കുറച്ചു ദിവസം കഴിയുമ്പോ ഇവളെക്കുറിച്ച് പരാതി പറഞ്ഞ എല്ലാവരും അത് മാറ്റി പറയും. നോക്കിക്കോ. നീ അവളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കത് വിശ്വാസ. മോളെ രാധികയെ, കുടുംബത്തിനോടുള്ള സ്നേഹവും
കാരണവന്മാരോടുള്ള ബഹുമാനമൊക്കെയാണ് ഒരു പെൺകുട്ടിക്ക് നല്ല പേര് വാങ്ങിക്കൊടുക്കുന്നത്. അത് മോക്ക് മനസ്സിലായോ? മനസ്സിലായി അച്ഛാ. ഞാൻ നോക്കിക്കൊള്ളാം അവളെ. അച്ഛന് സന്തോഷായി മോളെ. അവൾ തെറ്റുകൾ ചെയ്താലും അത് തിരുത്താൻ എന്റെ മോളെ അച്ഛൻ വളർത്തിയിട്ടുണ്ടല്ലോ. എന്നാ ശരി മോളെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം അച്ഛാ. ഉം. ഇപ്പൊ എന്തു പറയുന്നു അമ്മ? പ്രിയങ്ക മോള് പറഞ്ഞു കേട്ടില്ലേ? രാധിക മോളുടെ പ്രാധാന്യം എന്താണെന്ന് ഇപ്പോഴെങ്കിലും അമ്മ ഒന്ന് മനസ്സിലാക്കുക. ആ, രാധിക മോളെ കുറ്റം പറയുന്നത് അമ്മയൊന്നും മതിയാക്കണം. ദേ, മിന്നുന്നതെല്ലാം പൊന്നല്ല. ആ ചൊല്ലിന്റെ അർത്ഥം ഭാര്യയും ഭർത്താവും മനസ്സിലാക്കുന്നത് നല്ലതാ. ഉം. ആരോട് പറയാ? അമ്മ അമ്മയുടെ മനസ്സ് തിരുത്തില്ല. അതങ്ങനെ തന്നെ ആയിപ്പോയില്ലേ? അമ്മ അങ്ങനെ ആയിപ്പോയി, സാരമില്ലടോ. അമ്മ ശാപവാക്കുകൾ പറഞ്ഞാലും അത് ചിരിച്ചുകൊണ്ടാ ഇപ്പൊ എന്നെ രാധേമോള് സ്വീകരിക്കുന്നത്. അതിനുള്ള സഹനശക്തി ദൈവം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓ, വല്ലാത്തൊരു പേടിയാ ഇപ്പൊ അവസാനിച്ചത്. കണിമംഗലത്തെ കാര്യത്തില് എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു. എപ്പോഴും അതേ കുടുംബത്തിനൊരു ആപത്ത് വരുമ്പോ അത് നുള്ളിക്കളയുന്നത് രാധികയുടെ രൂപത്തിലായിരുന്നു. ഈ പ്രിയങ്കയ്ക്ക് എന്താ പറ്റിയത്? ചേച്ചി ചേച്ചിന്ന് വിളിച്ച് അവള് രാധികയ്ക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങിയ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ശരിയാവുന്നത്? ഈ കൂട്ടുകെട്ട് ശരിയാവില്ല. എങ്ങനെയെങ്കിലും രാധികയിൽ നിന്നും പ്രിയങ്കയെ അകറ്റിയേ പറ്റൂ. കൽപ്പനെ, പ്രിയങ്കയും കൂട്ടി നമുക്കൊന്ന് അമ്പലത്തിൽ പോണ്ടേ? വഴിപാടുകളൊക്കെ ഒന്ന് കഴിപ്പിക്കണം. ഞങ്ങൾ കുറെ നേർച്ചകളൊക്കെ നേർന്നിരുന്നു. എല്ലാം നിനക്ക് വേണ്ടിയാ. ചെറിയമ്മയും ഏട്ടത്തെയും എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? പോലീസ് സ്റ്റേഷനിൽ എന്നെ കാണാൻ വന്നപ്പോ കോടതിയിൽ ഇതോ മികച്ച വക്കീല് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ടെന്തേ ആരും കണ്ടില്ല? അയ്യോ, അത് ആ അഡ്വക്കേറ്റ് ഡൽഹിയിലായിരുന്നു. ഓ, അദ്ദേഹത്തിന് കൃത്യസമയത്ത് വരാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. എന്തിനാ ഏട്ടത്തി കള്ളം പറയുന്നേ? നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ രക്ഷപ്പെട്ട് തിരിച്ചു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതുമില്ല. ഏട്ടത്തിയുടെ ആവശ്യം ഞാൻ കോടതിയിൽ നിങ്ങളുടെ പേര് പറയാതിരിക്കാനായിരുന്നു. എന്നിട്ട് ഞാൻ ജയിലിലും ആവണം. നിങ്ങൾക്ക് കണിമംഗലത്ത് സുഖമായിട്ട് ജീവിക്കാൻ വേണം. അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പിന്നെ രാധികയെ ഇല്ലാതാക്കണമെന്ന് ആലോചിച്ചത് ഞങ്ങളില്ലല്ലോ, നീയായിരുന്നില്ലേ? എന്തായാലും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ കാര്യം ഞാൻ ഇവിടെ ആരോടും പറയാൻ പോകുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. അതിന് പോലീസ് സ്റ്റേഷൻ, കോടതി അതൊക്കെ ഒരുപാട് ഉപകരിച്ചു. എന്ത് പാഠം? സത്യസന്ധമായി നമ്മുടെ കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കോടതിയില് എന്റെ ചേച്ചി എനിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ എത്രയോ വർഷം അകത്ത് കിടക്കേണ്ടി വന്നേനെ. ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നറിഞ്ഞിട്ട് പോലും എന്റെ ചേച്ചി എന്നോട് ക്ഷമിച്ചു. എനിക്ക് നന്ദിയും കടപ്പാടും ഇപ്പൊ ഒരേ ഒരാളുടെ അടുത്തേ ഉള്ളൂ, എന്റെ ചേച്ചിയോട്. ഞാനിപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് കണക്ക് പറയാനല്ല. എന്റെ കൂടെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവും. ചേച്ചിയെ ദ്രോഹിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് പറയാനാ. അഥവാ ചേച്ചി ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ച ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ കണിമംഗലത്തുകാരോട് വിളിച്ചു പറയും. ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കണിമംഗലത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നുവെന്ന് എനിക്ക് പറയേണ്ടി വരും. നീ എന്താടി ഭീഷണിപ്പെടുത്തണോ?
അതേന്ന് തന്നെ ഏട്ടത്തി കൂട്ടിക്കൊള്ളൂ. എനിക്കിനി കണിമംഗലത്തിന്റെ സമ്പത്തോ സൗഭാഗ്യമോ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ തന്നെ പങ്കിട്ടെടുക്കോ അനുഭവിക്കോ എന്തെന്ന് വെച്ചാ ചെയ്തോ. എനിക്കിപ്പോ ദൈവത്തിന്റെ സ്ഥാനത്ത് ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ ചേച്ചി. ഇതുവരെ ഞാൻ ചേച്ചിയോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും പരിഹാരമായി ഇനി ഞാൻ എന്റെ ചേച്ചിയെ സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കും. ഇതെന്തോന്നോ കൽപ്പന, ഇത് ഇവക്കിതെന്തു പറ്റി? ഭ്രാന്ത് അല്ലാതെ എന്ത് പറ്റാൻ? പക്ഷേ സംസാരം കേട്ടിട്ട് അവള് സീരിയസ് ആണെന്നാ തോന്നുന്നത്. തുടക്കം കുറച്ച് സീരിയസ് ആയാലും അത് കഴിയുമ്പോ അവളുടെ സ്വഭാവം മാറും. അവളുടെ ആർത്തി അവൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമോ ചെറിയമ്മേ? പക്ഷേ മാറ്റം യാഥാർത്ഥ്യമാണെങ്കിലോ? യാഥാർത്ഥ്യമാണെങ്കിൽ ചേച്ചിയെയും ചേർത്ത് പിടിച്ച് അവൾ പടക്കിറങ്ങി വരട്ടെ. നമ്മൾ എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ചേച്ചിയെയും കൂട്ടിന് പിടിച്ച് കണിമംഗലം കീഴ്പ്പെടുത്താൻ അവളെ നമ്മൾ സമ്മതിക്കില്ല. ആഹാ, നീ ഭക്ഷണമൊക്കെ എടുത്തോ? ഞാൻ നിന്നോട് കഴിക്കാൻ വരാൻ പറയാനിരിക്കായിരുന്നു. ഇതെനിക്കല്ല, ചേച്ചിക്കാ. എനിക്കോ? ചേച്ചി ഇവിടെ ഇരുന്നേ. ഇരിക്കേ. എന്തൊക്കെ ചെയ്താൽ കടം വീട്ടേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ശ്രമിക്കും. എന്നെ കൊണ്ടാവുന്നത്ര ഞാൻ ശ്രമിക്കും. എന്നാ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. എത്ര ദിവസമായി നീ ശരിക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട്? നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. അതുകൊണ്ട് ആദ്യം ഈ ഭക്ഷണം നീ കഴിക്കണം. ചേച്ചിക്ക് അതാ സന്തോഷം. ഒരു പ്രശ്നം വന്നാ അതിനെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും ഇങ്ങനെ ടെൻഷനാവല്ല വേണ്ടത്. അതെങ്ങനെ പരിഹരിക്കാന്ന് ചിന്തിക്കണം. എന്നിട്ട് പഴയതിലെ ഊർജത്തില് പെരുമാറണം. മനസ്സിലായോ? കഴിക്കേ കഴിക്കേ. ചേച്ചി കഴിക്കേ. ഈ രുചി എന്താന്ന് മറ്റാർക്കും മനസ്സിലാവില്ല. നീ മനസ്സറിഞ്ഞ് എപ്പ എന്നോട് ക്ഷമ പറഞ്ഞോ അപ്പം മുതൽ എന്റെ സന്തോഷത്തിന്റെ അളവ് എനിക്കറിയില്ല. മോള് കഴിക്കേ.
ഒരു പഴയതുപോലെ ആവോ ചേച്ചി? എന്നോട് സംസാരിക്കോ? ചെറിയ വിഷമം പിണക്കൊക്കെ എല്ലാവരുടെ ഉള്ളിലും കാണും. അത് മാറ്റിയെടുക്കേണ്ട നിന്റെ പെരുമാറ്റം കൊണ്ടാ. നിന്റെ പെരുമാറ്റത്തിൽ നിന്ന് ബോധ്യമാവണം അവർക്ക് നിന്നിലുള്ള മാറ്റം. ചേച്ചി എല്ലാത്തിനും നിന്റെ കൂടെയുണ്ട്. വന്നേ. മോള് കഴിക്കേ. മതി, കഴിച്ചോ. ഓ, ചെറിയമ്മ കണ്ടില്ലേ ചേച്ചി അനിയത്തി തമ്മിലുള്ള സ്നേഹം? ആ പ്രിയങ്കയ്ക്ക് ഇത് എന്തു പറ്റി? അവൾക്ക് രാധിയെ കണ്ടുകൂടായിരുന്നല്ലോ. രക്ഷിച്ചതിന്റെ പ്രതിഫലം ഇങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ച് അവൾ അവളുടെ ചേച്ചിയോട് എല്ലാം പറഞ്ഞു കൊടുക്കും. അയ്യോ, രാധിക പറഞ്ഞത് കേട്ടില്ലേ? എന്തിനു കൂടെ നിൽക്കാം, എല്ലാം ശരിയാക്കാന്ന്. അത് ചിലപ്പോ നമ്മളെ കൂടെ ഉദ്ദേശിച്ചായിരിക്കും. കൽപ്പനെ, ഇതങ്ങനെ വിട്ടുകൊടുത്ത് ശരിയാവില്ല. ഈ കൂട്ടുകെട്ട് നമുക്ക് ആപത്താ. പരമേശ്വരേട്ടനും വരണ്ണും എതിരായിട്ടാ നമ്മൾ ചിന്തിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാ പ്രിയങ്ക. അവള് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഒറ്റുകൊടുത്താ നമ്മൾ ഇവിടുന്ന് പുറത്താവും. അതിനു മുൻപ് ചേച്ചി അനിയത്തിയും തമ്മിൽ തല്ലണം. എത്രയും പെട്ടെന്ന് രാധിക ഇവിടുന്ന് പുറത്തിറക്കി വിടണം. തനിച്ചാവുമ്പോ പ്രിയങ്കയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പോ. കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ വ്യക്തത കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. താമസിയാതെ അത് ഞാൻ കണ്ടുപിടിക്കും. അതെന്താ? അതിപ്പോ തൽക്കാലം നീ അറിയണ്ട. എല്ലാവരെയും അറിയിക്കേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെയോ കിടന്നൊരു അനാഥ പെണ്ണ് നമ്മുടെ കുടുംബത്ത് കയറി വന്ന് നമുക്കൊക്കെ ഭീഷണിയാവുന്ന രീതിയിൽ വളരുന്നു. ഓ ശരിയാ. ഒന്നുകിൽ രണ്ടിനെയും തീർക്കണം, അല്ലെങ്കിൽ രണ്ടിലൊന്നിനെ കൊല്ലണം. പ്രിയേ, പ്രിയേ, കണ്ടേ? പ്രിയ അച്ചടക്കമുള്ള കുട്ടിയാന്ന് അവർക്ക് ബോധ്യപ്പെടണ്ടേ? അതുകൊണ്ടാ പറയുന്നേ. ഞാൻ വരാം ചേച്ചി. എന്താ ചേച്ചി ചിരിക്കുന്നേ? ഒന്നുമില്ല, തയ്യാറുള്ളൊരു മനസ്സ് നിനക്കുള്ളതുകൊണ്ടാ ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ നീ വരുന്നേ. ആ, അല്ലെങ്കിൽ നീ എന്നെ ചീത്ത പറഞ്ഞ് തിരിഞ്ഞു കിടന്നേനെ. അതൊക്കെ മുൻപല്ലേ ചേച്ചി. ഇനി ഞാൻ ചേച്ചിയെ വഴക്കൊന്നും പറയില്ല. ചേച്ചി എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വാ വാ. വെച്ച് വിളമ്പത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? പിന്നല്ലാതെ. പക്ഷേ നിനക്കൊരു കാര്യം അറിയോ? വില മതിക്കാനാവാത്ത കാര്യങ്ങൾ ചെയ്തിട്ട്
അതിന്റെ പേരിൽ ഒരു വിലയും കിട്ടാത്ത സാധനമാണ് പെണ്ണുങ്ങള്. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാധനങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും. പക്ഷേ അടുക്കളയിലെ തീരടുത്ത് നിന്ന് ഒരു പെണ്ണുരുകി പോകുന്നുണ്ട്. അവളെക്കുറിച്ച് ആരും ചിന്തിക്കൊന്നുമില്ല. ശരി. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചല്ലോ. ഇനി ഞാൻ പറയുന്ന രീതിയിലൊന്ന് കറി വെച്ച് നോക്കാം. ബാക്കി നമുക്ക് രണ്ടുപേർക്ക് കൂടി പതുക്കെ പതുക്കെ ചെയ്യാം. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിന്നെ ഏൽപ്പിക്കാം. ഓക്കെ ആണോ? ഓക്കെ.